ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. അപ്പോസ്തലന്മാർ കർത്താവിനോട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ ഉപവസിച്ചാൽ സാധിക്കില്ല, പ്രാർത്ഥിച്ചാൽ സാധിക്കില്ല, ദാനധർമ്മങ്ങൾ ചെയ്താൽ സാധിക്കില്ല. പിന്നെന്തു വേണം? റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഒരാൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് വരികിൽ അത് ദൈവത്തിൻ്റെ വചനത്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന രൂപാന്തരം, അവർക്കുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ ആഴം, അതിൻ്റെ അളവ് മറ്റൊന്നും വർദ്ധിക്കുവാൻ കാരണമാകുന്നില്ല. വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് വരികിൽ ക്രിസ്തുവിൻ്റെ വചനം നമ്മോട് സംസാരിക്കണം. വേറെ യാതൊരു ഷോർട്ട് കട്ടുമില്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ വർധനയ്ക്ക് കാരണമായി തീരും. ആകയാൽ വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ നാം അടിയന്തരമായി ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമാണ്, ധ്യാനിക്കുക മാത്രമാണ്. അങ്ങനെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ കാരണമായി തീരട്ടെ.